+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് എ കോണിക് എന്നും അതുപോലെ നെയ്ബ്സ് അതിനെ ഹൊറിസോണ്ടലായിട്ട് ഒരു പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ സർക്കിൾ ലഭിക്കുന്നു എന്നും അതുപോലെ തന്നെ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നാം ഡിറൈവ് ചെയ്തു. കൂടാതെ എക്സസൈസ് 11.1 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസും അവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ പ്രോബ്ലം സെക്ഷനിൽ എക്സസൈസ് 11.1 6 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ x plus 5 whole square plus y minus 3 whole square equal to 36. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഇക്വേഷൻ ഓഫ് a circle is x minus h whole square plus y minus k whole square equal to r square. ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയാം h, k ആൻഡ് റേഡിയസ് r. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മളൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: x minus minus 5 whole square plus y minus 3 whole square equal to 6 square. 36 equal to 6 square. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൻറ്റർ നേരിട്ട് എഴുതാം. സെൻറ്റർ -5, 3. Then radius 6. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 8y മൈനസ് 45 ഈക്വൽ ടു 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സർക്കിളിൻ്റെ ഇക്വേഷനെ നമ്മൾ ജനറൽ ഫോമിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. എക്സ് ഉൾപ്പെടെയുള്ള ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ, വൈ ഉൾപ്പെടുന്ന മറ്റൊരു ടേം അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മറ്റൊരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ, അതിൽ എക്സ് ടേം ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു, മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y, കോൺസ്റ്റൻറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു, പ്ലസ് 45 ആക്കി മാറ്റി എഴുതി. ഇനി ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അതിനുവേണ്ടി എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 അല്ലെങ്കിൽ -4, അതിനെ പകുതിയാക്കുന്നു, 2 സ്ക്വയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് 4. ഇപ്പോൾ ഒരു 4 ഇവിടെ ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയറായി. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിനെ പകുതിയാക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. ദെൻ വൈ സ്ക്വയർ മൈനസ് 8y പ്ലസ് വൈയുടെ കോയിഫിഷ്യൻറ്റ് അതിനെ പകുതിയാക്കുന്നു, തുടർന്ന് സ്ക്വയർ ചെയ്യുന്നു. 4ൻ്റെ സ്ക്വയർ 16. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു 4ഉം ആഡ് ചെയ്തു, ഒരു 16ഉം ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലും 45ൻ്റെ കൂടെ ഒരു 4ഉം ആഡ് ചെയ്യുന്നു, ഒരു 16ഉം ആഡ് ചെയ്യുന്നു. ഈ ആദ്യത്തെ 3 ടേം ചേർന്നാൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് പറഞ്ഞ് ഫസ്റ്റും ലാസ്റ്റും നോക്കിയാൽ മതി. കൂടാതെ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇതിനനുസരിച്ച് നമുക്ക് എഴുതാം എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ വൈ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതാം, 16 ആണെങ്കിൽ നമുക്ക് റൂട്ട് 4 ആക്കി എഴുതാം, ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയത് 45 പ്ലസ് 20 ദാറ്റ് ഈസ് 65. 65നെ നമുക്ക് റൂട്ട് 65 സ്ക്വയർ എന്നെഴുതാം. ഇപ്പോൾ നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ രൂപത്തിലായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് സെൻറ്റർ എഴുതാം.
സെൻറ്റർ. എക്സും നെഗറ്റീവും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത്, വൈയും നെഗറ്റീവും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് 4. ദെൻ റേഡിയസ് √65. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻഡ് 9. സെയിം മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. x² മൈനസ് 8x പ്ലസ് y² പ്ലസ് 10y ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് റൈറ്റ് സൈഡിലേക്ക് 12. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x² മൈനസ് 8x, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് പകുതിയാക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. 4 ദാറ്റ് ഈസ് സ്ക്വയർ 16 പ്ലസ് y² പ്ലസ് 10y പ്ലസ് വൈയുടെ കോയിഫിഷ്യൻറ്റ് 10 പകുതി 5 സ്ക്വയർ 25. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് ഒരു 16ഉം ആഡ് ചെയ്തു, ഒരു 25ഉം ആഡ് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ 3 ടേം x² മൈനസ് 8x പ്ലസ് 16, നമ്മളതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും മാത്രം നോക്കിയാൽ മതിയായിരിക്കും. മൈനസ് ഇവിടെ 4 പെർഫെക്റ്റ് സ്ക്വയർ ആകും. പ്ലസ് വൈയുടെ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവാണ്, അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് എഴുതണം. ഇവിടെ 25 എന്നുള്ളത് 5 സ്ക്വയർ ഈക്വൽ ടു, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 12ഉം 16ഉം 25ഉം കൂടിയും കൂട്ടിയാൽ 53. നമുക്കതിന് റൂട്ടും കൊടുക്കാം, സ്ക്വയറും കൊടുക്കാം. നമുക്കൊരു സ്റ്റെപ്പും കൂടി എഴുതാം. അതായത് x മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു √53 സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെൻറ്റർ എഴുതാം. സെൻറ്റർ എക്സും നെഗറ്റീവും കഴിഞ്ഞാൽ ബാക്കി 4, വൈയും നെഗറ്റീവും കഴിഞ്ഞാൽ ബാക്കി -5. സെൻറ്റർ കിട്ടി. ദെൻ റേഡിയസ് √53. സെൻറ്റർ ആൻഡ് റേഡിയസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. ഇവിടെ 9th ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഒന്ന് എടുത്തെഴുതാം. 2x² പ്ലസ് 2y² മൈനസ് x ഈക്വൽ ടു 0. എല്ലായ്പ്പോഴും നമുക്ക് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം, അതുപോലെ തന്നെ y². അപ്പോൾ നമുക്ക് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x² പ്ലസ് y² മൈനസ് x/2 ഈക്വൽ ടു 0/2 ദാറ്റ് ഈസ് 0. ദെൻ എക്സിൻ്റെ ടേം ഒന്നിച്ച് കൊണ്ടുവരിക. x² മൈനസ് x/2 പ്ലസ് y² ഈക്വൽ ടു 0. ഇനി നമ്മളൊന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. x² മൈനസ് x/2, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1/2, 1/2ൻ്റെ പകുതി 1/4, 1/4ൻ്റെ സ്ക്വയർ 1/16. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് 1/16 പ്ലസ് y² ഈക്വൽ ടു 1/16. രണ്ട് ഭാഗത്തും 1/16 ആഡ് ചെയ്തു എന്ന് പറയാം വേണമെങ്കിൽ. ഈ ഫസ്റ്റും ലാസ്റ്റും നമുക്ക് എടുക്കുമ്പോൾ x മൈനസ് 1/4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 എന്ന് വേണമെങ്കിൽ എഴുതാം. y മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് y² ഈക്വൽ ടു 1/4 ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടി. സെൻറ്റർ എക്സും നെഗറ്റീവും കഴിഞ്ഞതിന് ശേഷമുള്ളത് 1/4, വൈയും നെഗറ്റീവും കഴിഞ്ഞാൽ ബാക്കി 0. ഇതാണ് നമുക്ക് കിട്ടിയ സെൻറ്റർ. ദെൻ റേഡിയസ് 1/4. റേഡിയസ് 1/4. Then next question.
Question number 10. Find the equation of the circle passing through the point 4, 1 and 6, 5, whose center is on the line 4x plus y equal to 16. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, കൂടാതെ സെൻറ്റർ ഒരു ലൈനിൽ പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം സർക്കിൾ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് എച്ചിലും കെയിലുമായിട്ടുള്ള ഇക്വേഷൻ കണ്ടെത്താം. ആ സെൻറ്റർ എച്ച് കെ ആണ്. എച്ച് കെയിലുള്ള മറ്റൊരു ഇക്വേഷനും നമുക്ക് കിട്ടും. അതിൽ നിന്ന് സെൻറ്റർ കിട്ടിയിട്ട് നമ്മൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എഴുതാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഈസ് എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഈ 1 പാസ് ചെയ്യുന്ന രണ്ട് പോയിൻ്റാണ് 4, 1 ആൻഡ് 6, 5. ഇക്വേഷൻ 1 passes through രണ്ട് പോയിൻ്റാണ്. ഏതൊക്കെ? 4, 1 ആൻഡ് 6, 5. ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. അതായത് എക്സിന് 4ഉം വൈക്ക് 1 കൊടുത്താൽ ഒരു ഇക്വേഷൻ, എക്സിന് 6ഉം വൈക്ക് 5ഉം കൊടുത്താൽ മറ്റൊരു ഇക്വേഷൻ. അതായത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 4 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ദെൻ രണ്ടാമത്തെ പോയിൻ്റ് ഉപയോഗിച്ചാൽ 6 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. 2, 3, 2ഉം 3ഉം ഇക്വേഷൻ ഉപയോഗിച്ച് ആർ സ്ക്വയർ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം: 4 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു 6 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് കെ ഓൾ സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് മൊത്തം എക്സ്പാൻഡ് ചെയ്യാം. അതായത് 16 മൈനസ് 8h പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 1 മൈനസ് 2k പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 36 മൈനസ് 12h പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 25 മൈനസ് 10k പ്ലസ് കെ സ്ക്വയർ. ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ധാരാളം ടേംസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്, ഇവിടെയും എച്ച് സ്ക്വയർ ഉണ്ട്. ഇവിടെ കെ സ്ക്വയർ ഉണ്ട്, ഇവിടെയും കെ സ്ക്വയർ ഉണ്ട്. സിമിലർ ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി എച്ചും കെയും മാത്രം ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ എച്ചും കെയും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മൈനസ് 8h ഉണ്ട്, ഇവിടെ മൈനസ് 12 ഉണ്ട്. ഇങ്ങോട്ട് മാറ്റുമ്പോൾ 4h പ്ലസ്, ഇനി കെ മൈനസ് 2k ഉണ്ട്, ഇവിടെ 10k ഉണ്ട്. അപ്പോൾ നമുക്ക് 8k എന്നെഴുതാം. 8k ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എല്ലാം കൂടി ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 1, അപ്പോൾ 17 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 36 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ ഇവിടെ 61 മൈനസ് 17 ദാറ്റ് ഈസ് 44. ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എച്ച് പ്ലസ് 2k ഈക്വൽ ടു 11. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഫോർത്ത് ഇക്വേഷൻ. നമുക്കിനി അടുത്ത് തന്നിരിക്കുന്നത് സെൻറ്റർ നമുക്കറിയാം HK ആണ്.
ആ എച്ച് കെ പാസ് ചെയ്യുന്ന ഒരു ലൈന്, എച്ച് കെ ഉള്ള ഒരു പോയിൻ്റ്, ഒരു ലൈനാണ് 4x + y = 16. ഇപ്പോൾ നമുക്ക് അത് എഴുതാം. സെൻറ്റർ h, k lie on the line, lie on the line. ആ ലൈൻ്റെ ഇക്വേഷൻ 4x + y = 16. അപ്പോൾ അതുപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്താം. അതായത് 4h + 2k, y കാണുന്നിടത്ത് k കൊടുക്കാം. 4h + k എന്നാണ് കൊടുക്കുക. k = 16. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇപ്പോൾ 5ഉം 4ഉം രണ്ട് വ്യത്യസ്ത ഇക്വേഷൻ കിട്ടി. അതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എച്ചും കെയിലുള്ള വാല്യൂ കണ്ടെത്താം. അതായത് 4ഉം 5ഉം സോൾവ് ചെയ്യാണ് ആവശ്യം. സോൾവിങ് ഇക്വേഷൻ 4 ആൻഡ് ഇക്വേഷൻ 5. നമുക്ക് ഇത് വെച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം. അതായത് ഈ ഇക്വേഷനെ നമുക്ക് 5th ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4h + k = 16. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എടുത്തെഴുതാം. 4h + k = 16. ഇതാണ് 5th ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 4th ഇക്വേഷനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് റെഡിയാക്കാം. അതായത് ആദ്യത്തെ 5ാമത്തെ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, അതായത് 8h + 2k, 2k = 32. ഇനി ഈ നാലാമത്തെ ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുള്ളത് h + 2k = 11. ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, അതായത് ഇത് നാലാമത്തെ ഇക്വേഷനാണ്, നേരത്തെ എഴുതിയ നാലാമത്തെ ഇക്വേഷൻ തന്നെയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 6ാമത്തെ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 6th ഇക്വേഷൻ, അതായത് 6ൽ നിന്ന് 4 കുറയ്ക്കാം. 6 - 4 implies, അതായത് 7h = 21. h = 21/7 3. h കിട്ടിയാൽ നമുക്ക് 4th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ 4th ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 + 2k = 11. 2k = 11 - 3 8. k = 4. അപ്പോൾ നമുക്ക് രണ്ട് വേണ്ട വാല്യൂം കിട്ടി. സെൻറ്റർ കിട്ടി. കൂടാതെ ഇനി പുറത്തുള്ള നമുക്കൊരു പോയിൻ്റ് ഒന്നല്ല 2 ഉണ്ട്. അതിനനുസരിച്ച് റേഡിയസും കണ്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, r-ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇൻ 2, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2, രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 - 3 whole square plus 1 - 4 whole square = r². r-ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് r² ഇവിടെ കിട്ടുന്ന വാല്യൂ 1 + 3, 1 + 3², 1² + 3². ഇതാണ് r², ഓർ r² = 10 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് പലപ്പോഴും റൂട്ട് കാണേണ്ട ആവശ്യമില്ല, റേഡിയസിൻ്റെ സ്ക്വയറാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ആവശ്യം. അപ്പോൾ റേഡിയസായി, എല്ലാ വാല്യൂ ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ.
equation of the circle. Equation of the circle is നേരിട്ട് നമ്മൾ കൊടുക്കുകയാണ് എക്സ് മൈനസ് എച്ച് ഈക്വൽ ടു 3 പ്ലസ് വൈ മൈനസ് കെ ദാറ്റ് ഈസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ദാറ്റ് ഈസ് 10. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y പ്ലസ് 16 ഈക്വൽ ടു 10. നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y, ഇവിടെ ഒരു 9, 16, 10 എല്ലാം കൂടി നമുക്ക് പ്ലസ് 15 ആയി എഴുതാം. ഈക്വൽ ടു 0 ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. Then next question, find the equation of the circle passing through the points 2, 3, -1, 1 and whose center is on the line x minus 3y minus 11 equal to 0. സെയിം ക്വസ്റ്റ്യൻ ആണ്, പോയിന്റ് മാത്രം മാറിയെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുതുന്ന പോലെ തന്നെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ of the circle is x minus h all square plus y minus k all square equal to r square. ഇതാണ് ഇക്വേഷൻ 1, ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ് 2, 3 ആൻഡ് -1, 1. അപ്പോൾ നമുക്ക് എഴുതാവുന്നത് ഇക്വേഷൻ 1 passes through 2, 3 and -1, 1. ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. എക്സിന് ആദ്യം 2, വൈക്ക് 3, പിന്നെ എക്സിന് -1, വൈക്ക് 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 2 minus h all square plus y minus 3 all square equal to r square. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. then xന് -1 minus h all square plus 1 minus 2 minus h. എക്സിനാണ് കൊടുക്കുന്നത്, ഇവിടെ കെ ആണ് കൊടുക്കേണ്ടത്. 3 മൈനസ്, അവിടെ മാറ്റം വരുത്തണം. THROUGH, ഇവിടെ മാറ്റം വരുത്തേണ്ടത് 2 മൈനസ് എച്ച്, വൈ കാണുന്നിടത്താണ് 3 കൊടുക്കേണ്ടത്. 3 മൈനസ് കെ, ഇവിടെ 1 മൈനസ് k all square equal to r square. Question number 3. Using 2 and 3 eliminating r square. നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതാം. eliminating r square using equation 2 and ഇക്വേഷൻ 3, 2, 3 ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു -1 മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കെ ഓൾ സ്ക്വയർ. ഇപ്പോൾ ആർ സ്ക്വയർ എലിമിനേറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 മൈനസ് 4h പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 9 മൈനസ് 6k പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ
പ്ലസ് 1 മൈനസ് 2k പ്ലസ് കെ സ്ക്വയർ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ സിമിലർ ടേംസ് രണ്ട് ഭാഗത്തുമുണ്ട്. എച്ച് സ്ക്വയർ ഉണ്ട്, എച്ച് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, കെ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാം, എച്ചും ഒന്നിച്ച് കെ ഒന്നിച്ച്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് -6h മൈനസ് 4k ഈക്വൽ ടു -11 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ശരിയാക്കാം. മൊത്തം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 4k ഈക്വൽ ടു +11. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 4 കിട്ടിയാൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത് ഇതേപോലുള്ള മറ്റൊരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എച്ച് കെ പാസ് ചെയ്യുന്ന ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എച്ച് കെ സെൻറ്ററാണ്. എച്ച് കെ ലൈസ് ഓൺ ദ ലൈൻ, ലൈസ് ഓൺ ദ ലൈൻ. ലൈൻ്റെ ഇക്വേഷൻ x മൈനസ് 3y മൈനസ് 11 ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എക്സിന് എച്ച്, വൈക്ക് കെ. അതായത് എച്ച് മൈനസ് 3k ഈക്വൽ ടു 11 ആക്കി മാറ്റാം നമുക്ക്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 കിട്ടി. ഇനി 5ഉം 4ഉം തമ്മിൽ നാം ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 4നെ നമുക്ക് ഈ അഞ്ചാമത്തെ ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 4ൻ്റെയും എച്ച് ഒരുപോലെയായി. അപ്പോൾ നമുക്ക് ഈ 5th ഇക്വേഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് 6h മൈനസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18k ഈക്വൽ ടു 66. ഇതിനെ നമുക്ക് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ 4 ഒന്ന് ഇവിടെ എടുത്തെഴുതാം. 6h പ്ലസ് 4k ഈക്വൽ ടു 11. ഇത് പഴയ 4 ആണ്. ഈ 6ഉം 4 ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു. നമുക്ക് നല്ലത് 4ൽ നിന്ന് 6 കുറയ്ക്കാം. 4 മൈനസ് 6 ഇംപ്ലൈസ് 4 മൈനസ് 6 ആണെങ്കിൽ 22k ഈക്വൽ ടു മൈനസ് 55. അതിൽ നിന്ന് k ഈക്വൽ ടു -5/2 എന്നെഴുതാം. k ഈക്വൽ ടു -5/2. ഇത് നമുക്ക് അഞ്ചാമത്തേലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അഞ്ചാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഇൻ 5 ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 5 എന്നുള്ളതാണ്. 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. h ഈക്വൽ ടു 11 പ്ലസ് 3 ഇൻറ്റു -5/2. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് 11 മൈനസ് 15/2. അതായത് എച്ച് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 22 മൈനസ് 15, ദാറ്റ് ഈസ് 7/2. 7/2. അപ്പോൾ നമുക്ക് എച്ചും കിട്ടി, കെയും കിട്ടി. എച്ചും കെയും കിട്ടിയ സെൻറ്റർ കിട്ടി. അതിനനുസരിച്ച് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എച്ചിനും കെയ്ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. അതായത് ഇനി അതല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് ആറിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് in 2 substituting in 2 substituting in ഇക്വേഷൻ 2 രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതായത് 2 മൈനസ് 7/2 എച്ചിന് വാല്യൂ കൊടുത്തു പ്ലസ് 3 മൈനസ് -5/2 ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2 മൈനസ് 7/2 ദാറ്റ് ഈസ് -3/2 ഓൾ സ്ക്വയർ പ്ലസ് 3 പ്ലസ് 5/2
6 plus 5 11/2 all square equal to r square. അപ്പോൾ നമുക്ക് ആർ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടുന്നത്, അതായത് ആർ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 9 പ്ലസ് 121/4. അപ്പോൾ ആൻസർ വരിക 130/4. ആർ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. നമുക്ക് ആറാക്കി മാറ്റേണ്ട ആവശ്യമില്ല, അതാണ് നന്നായിരിക്കുക. ദെൻ നമ്മൾ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്ക് എല്ലാ പോയിൻ്റായി, സെൻറ്ററായി, റേഡിയസായി, എല്ലാ വാല്യൂ ആയി. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്താൽ x minus 7/2 all square plus y minus -5/2 all square equal to r square. ഇതുകൊണ്ടാണ് നാം റൂട്ട് കാണാതിരിക്കുന്നത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ x square minus 2 into x into 7/2, that is 7x, plus 49/4 plus y square plus 2 into y into 5/2, that is 5y, plus 25/4 equal to 130/4. നമുക്ക് ബൈ 4 ഉള്ള മാത്രം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ഈ ടേം എല്ലാം ഒന്നിച്ചാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം എക്സ് സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് വൈ സ്ക്വയർ വരിക എന്നുള്ളതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 7x പ്ലസ് 5y. ഇനിയുള്ള ടേമുകളെല്ലാം ബൈ 4 ഉള്ളതാണ്. അപ്പോൾ 49/4 പ്ലസ് 25/4 minus 130/4 equal to 0. നമുക്കതെല്ലാം കൂടി ആഡ് ചെയ്താൽ ഇവിടെ 70 130, that is 54. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 7x പ്ലസ് 5y പ്ലസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 56/4. പ്ലസ് അല്ല, മൈനസ് ആയിരിക്കും. 130 മൈനസ് 54/4 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് 14 ആക്കി ലാസ്റ്റ് സ്റ്റെപ്പിൽ കൺക്ലൂഡ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 7x പ്ലസ് 5y മൈനസ് 14 equal to 0 is the equation of the circle. The next question 12. Find the equation of the circle with radius 5 whose center lie on the axis and passes through the point 2, 3. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, പിന്നെ കൂടാതെ passes through the point 2, 3. റേഡിയസ് തന്നിട്ടുണ്ട്. സെൻറ്റർ ലൈ ഓൺ ആക്സിസ്, ആക്സിസ് ആണ്. സെൻറ്റർ ലൈ ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. സെൻറ്റർ ലൈ ഓൺ ദ എക്സ് ആക്സിസ് എന്നായിരിക്കും. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്. സെൻറ്റർ ലൈ ഓൺ എക്സ് ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യനിൽ. സെൻറ്റർ ലൈ ഓൺ എക്സ് ആക്സിസ്, പാസസ് ത്രൂ ദ പോയിൻറ്റ് 2, 3. അപ്പോൾ നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് കുറച്ച് ഡാറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ നമുക്ക് ആദ്യം എഴുതാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1.
ഈ ഡാറ്റയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ഗിവൺ തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം. ഗിവൺ ദാറ്റ് r ഈക്വൽ ടു 5, റേഡിയസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ലൈ ഓൺ എക്സ് ആക്സിസ് ആണ്. അതിൻ്റെ അർത്ഥം എച്ച് കെ ആണെങ്കിൽ കെയുടെ വാല്യൂ 0 ആണ്. പിന്നെ നമുക്കറിയാവുന്ന തന്നിരിക്കുന്ന മറ്റൊരു പോയിൻ്റ് ഇക്വേഷൻ 1 പാസസ് ത്രൂ 2, 3. ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്കിതൊന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇക്വേഷൻ 1 പാസസ് ത്രൂ 2, 3 ആൻഡ് റേഡിയസ് 5 ഇതെല്ലാം ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതാം. അതായത് 2, 3 പാസ് ചെയ്യുന്ന ഇക്വേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 മൈനസ് എച്ച്, എക്സിന് 2 ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് 3, 2, 3 അതായത് കെ 0 ആണ്, ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25, 5 സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 3 സ്ക്വയർ 9, that is 16. 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. 2 മൈനസ് എച്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ അതായത് എച്ചിന് നമുക്ക് 2 വാല്യൂ കിട്ടുമെന്നർത്ഥം. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. എച്ച് ഈക്വൽ ടു, അതായത് 2 മൈനസ് 4 എന്നെഴുതാം. അതായത് 2 മൈനസ് 4 ആയതുകൊണ്ട് എച്ചിൻ്റെ ഒരു വാല്യൂ -2, അല്ലെങ്കിൽ എച്ചിൻ്റെ മറ്റൊരു വാല്യൂ 2 പ്ലസ് 4 ദാറ്റ് ഈസ് 6. ഇപ്പോൾ എച്ചിന് നമുക്ക് 2 വാല്യൂ ഉണ്ട്, ഒന്ന് 6 മറ്റൊന്ന് -2. അപ്പോൾ 2 വ്യത്യസ്ത ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. വെൻ എച്ച് ഈക്വൽ ടു 6, എച്ചിൻ്റെ വാല്യൂ 6 ആകുമ്പോഴുള്ള ഇക്വേഷൻ, അതായത് എക്സ് മൈനസ് എച്ച് 6, എക്സ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. നമുക്കൊന്നുകിൽ ഇവിടെ വെച്ച് നിർത്താം, അതല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 36 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x ഇതിങ്ങോട്ട് പോന്ന പ്ലസ് 11 ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിൻ്റെ ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കേസ്, വെൻ എച്ച് ഈക്വൽ ടു -2, എച്ചിൻ്റെ വാല്യൂ -2 കിട്ടുമ്പോൾ ഈ 6ൻ്റെ സ്ഥാനത്ത് -2 കൊടുക്കുന്നു എന്ന് മാത്രം. അതായത് എക്സ് മൈനസ് -2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഓർഡറാക്കി മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 21 ഈക്വൽ ടു 0. This is the another equation of the circle. Then next question, question number 13. Find the equation of the circle passing through 0, 0. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ മേക്കിംഗ് ഇൻ്റർസെപ്റ്റ്സ് എ ആൻഡ് ബി ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ്. സർക്കിളിൻ്റെ ഇൻ്റർസെപ്റ്റ് എയും ബിയും ആണ്. ഇൻ്റർസെപ്റ്റ് എ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം A0 ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. പിന്നെ 0B, അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയുമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഏത് രീതിയിലാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ എക്സ് ഇൻ്റർസെപ്റ്റ് എയും വൈ ഇൻ്റർസെപ്റ്റ് ബിയും ആയിട്ട് എടുത്താൽ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ പാസ് ചെയ്യുന്ന പോയിൻ്റുകൾ ഒന്ന് 0, 0, മറ്റൊന്ന് A0, മറ്റൊന്ന് 0B. ഇങ്ങനെ 3 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് കാണാനുള്ളത്.
നമുക്കാദ്യം ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഒന്ന് എഴുതാം. ജനറൽ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് x minus h all square plus y minus k all square equal to r square. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്കിവിടെ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം നമുക്ക് അറിയാവുന്നത് ഇക്വേഷൻ 1 passes through തന്നിരിക്കുന്നു 0 0 ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് എ ആണെങ്കിൽ എ 0യിലൂടെ പോകുന്നുണ്ട്. വൈ ഇൻ്റർസെപ്റ്റ് ബി ആണെങ്കിൽ 0 ബിയിലൂടെയും പാസ് ചെയ്യുന്നു. ഇതിനനുസരിച്ച് നമുക്ക് സൗകര്യത്തിന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് 1 ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. 1 passes through ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ, എക്സ് 0 ആണ്, അപ്പോൾ എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇതാണ് ഇക്വേഷൻ 2. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എഴുതാനുള്ളത് എയിലൂടെ പാസ് ചെയ്യുന്നു. അതായത് 1 passes through A0. A0യിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എ മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ്, ഇവിടെ എ 0 ആണ്, 0 ആണെങ്കിൽ കെ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. കെ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ 2ഉം 3ഉം കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എ മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്നെഴുതാം. അതായത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2AH പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഇതിൽ നിന്ന് എച്ച് സ്ക്വയറും കെ സ്ക്വയറും രണ്ട് ഭാഗത്തും ക്യാൻസലായി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് എ സ്ക്വയർ മൈനസ് 2AH ഈക്വൽ ടു 0. എ ഇൻറ്റു എ മൈനസ് 2H ഈക്വൽ ടു 0. A0 എ ഈക്വൽ ടു 0. ഇതാണ് ഒരു പോസിബിലിറ്റി. A0 ആണെങ്കിൽ പിന്നെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന അതും രണ്ടും ഒന്നായി, കോയിൻസൈഡായി. അപ്പോൾ സാധ്യതയില്ല. എ മൈനസ് 2H ഈക്വൽ ടു 0. അതായത് എച്ച് ഈക്വൽ ടു A/2. ഇതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. അപ്പോൾ എച്ചിന് നമുക്ക് ഒരു വാല്യൂ കിട്ടി. ഇതേപോലെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് 1 passes through 0b. ഇക്വേഷൻ 1 passes through 0b. 0bയിലൂടെ പാസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം, അതായത് 0 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കും. ഇനി 2ഉം 4ഉം കൂടി കണക്ട് ചെയ്താൽ, അതായത് യൂസിങ് 2 and 4. കഴിഞ്ഞ കേസിലും നമ്മൾ ഇവിടെ അതേ ഉപയോഗിച്ചത്. അതായത് എച്ച് സ്ക്വയർ പ്ലസ് ബി മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ്
2bk plus k square equal to h square plus k square. h സ്ക്വയറും ക്യാൻസലും h സ്ക്വയറും k സ്ക്വയറും രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്താൽ ബാക്കി b സ്ക്വയർ മൈനസ് 2bk ഈക്വൽ ടു 0. b കോമൺ ആയിട്ട് എടുക്കാം. b മൈനസ് 2k ഈക്വൽ ടു 0. അതായത് b ഈക്വൽ ടു 0 അല്ലെങ്കിൽ k ഈക്വൽ ടു b ഈക്വൽ ടു 2k അല്ലെങ്കിൽ 2k ഈക്വൽ ടു b, k ഈക്വൽ ടു b ബൈ 2. അപ്പോൾ നമുക്ക് k കിട്ടി, അതുപോലെ തന്നെ എച്ചും കിട്ടി. കെയും എച്ചും കിട്ടിയ നമ്മൾ ചെയ്യുന്നത് കെയും എച്ചും കിട്ടിയ എന്തേ ചെയ്യാനുള്ളൂ, ഇതിൽ ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ. നമുക്കത് അടുത്ത പേജിൽ എഴുതാം. അതായത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, നേരിട്ട് എഴുതാം. അതായത് എക്സ് മൈനസ് എച്ച് ആണെങ്കിൽ എ ബൈ 2 പ്ലസ് y മൈനസ് ബി ബൈ 2 ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം, എ ബൈ 2 ഓൾ സ്ക്വയർ പ്ലസ് ബി ബൈ 2 ഓൾ സ്ക്വയർ. മൊത്തം ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു സ്റ്റെപ്പ് ആയിക്കോട്ടെ 2x ഇൻറ്റു എ ബൈ 2 പ്ലസ് എ സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y ഇൻറ്റു ബി ബൈ 2 പ്ലസ് ബി സ്ക്വയർ ബൈ 4 ഈക്വൽ ടു എ സ്ക്വയർ ബൈ 4 പ്ലസ് ബി സ്ക്വയർ ബൈ 4. എ സ്ക്വയർ ബൈ 4 ബി സ്ക്വയർ ബൈ 4 എല്ലാം ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് രണ്ടാമത് എഴുതാം മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈക്വൽ ടു 0 is the required equation of the circle. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു, A0 പാസ് ചെയ്യുന്നു, 0B ഇങ്ങനെ 3 വ്യത്യസ്ത പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ. Then next question. Question 14. Find the equation of the circle with center. Center തന്നിട്ടുണ്ട്. Passing through the point 45. Center HK കിട്ടി. പിന്നെ P any point, അതായത് CP റേഡിയസ് കാണാൻ 22 and 45 ആ ഡിസ്റ്റൻസ് കണ്ടാൽ മതിയായിരിക്കും. നമുക്കാദ്യം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കാണുന്നതിൻ്റെ മുൻപ് റേഡിയസ് ഒന്ന് കാണാം. റേഡിയസ് R ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് 4 ഓൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 ഓൾ സ്ക്വയർ. ഇതിൻ്റെ റൂട്ട് ഈക്വൽ ടു 4 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 13. റേഡിയസ് കിട്ടി, സെൻറ്റർ തന്നിട്ടുണ്ട്. നേരിട്ട് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, ഫോർമുല എഴുതാം, എക്സ് മൈനസ് എച്ച് ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഓൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് എച്ച് സെൻറ്ററാണ്, അപ്പോൾ നമുക്ക് 2 കൊടുക്കാം, പ്ലസ് വൈ മൈനസ് 2 ഓൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 13 സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു വൈ സ്ക്വയർ വരാനുണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ് ടേം മൈനസ് 4x ഉണ്ട്, ഇനി ഇവിടെ മൈനസ് 4y വരാനുണ്ട്,
മൈനസ് 4y വരാനുണ്ട്. 4 4 14 13, അതായത് -5 എന്നെഴുതാം. ഈക്വൽ ടു 0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. 11.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ദ പോയിന്റ് -2.5 3.5 lie inside, outside or on the circle x square plus y square equal to 25. നമുക്കറിയാം x square plus y square equal to 25 എന്ന് പറഞ്ഞാൽ അത് ഒറിജിനിലൂടെ സെൻറ്റർ വരുന്ന ഒരു സർക്കിളാണ്. അതായത് ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ of the given circle is തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. x - 0 all square plus y - 0 all square equal to 5 square. അതായത് സെൻറ്റർ അറിയാം, റേഡിയസ് അറിയാം. അതായത് സെൻറ്റർ ഈസ് ഒറിജിൻ, റേഡിയസ് ഈക്വൽ ടു 5. അതായത് ഡിസ്റ്റൻസിൻ്റെ റേഡിയസ് 5 യൂണിറ്റ് ആണ്. നമുക്ക് ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടെ നമുക്ക് റേഡിയസ് അറിയാം. ഒറിജിനിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണെന്ന് തന്നിരിക്കുന്ന സർക്കിൾ പറയുന്നു. അപ്പോൾ അതിനേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ ഇൻസൈഡ്, അതിനേക്കാൾ വലിയ വാല്യൂ ആണ് ഈ ഡിസ്റ്റൻസ് എങ്കിൽ ഔട്ട്സൈഡ് ആണ്, സെയിം വാല്യൂ ആണെങ്കിൽ ഓൺ ദ സർക്കിൾ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the points -2.5 3.5 and origin is നമുക്കറിയാം -2.5 - 0 all square plus 3.5 - 0 all square. ഇതിൻ്റെ വാല്യൂ ഒന്ന് നമുക്ക് കാണാം. ഈക്വൽ ടു 6.25 പ്ലസ് 12.25 ഈക്വൽ ടു 18.5. 18.5 എന്ന് പറഞ്ഞാൽ <5 ആയിരിക്കും. വേണമെങ്കിൽ 4.3 എന്നൊക്കെ പറയാം. അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് ഈ വാല്യൂ വരുന്നത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ദസ് ദ പോയിന്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ, inside the circle x square plus y square equal to 25. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ് -2/5 3.5. ആ ഡിസ്റ്റൻസ് 5 ആണ് ഈ ആൻസർ കിട്ടുന്നത് എങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ സർക്കിളിന് പുറത്തായിരിക്കുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതോടെ ഈ സർക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും 11.1 15 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. 15 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ദെൻ അടുത്ത സെക്ഷനിൽ, അടുത്ത പാർട്ടിൽ, അടുത്ത ക്ലാസ്സിൽ നാം ചെയ്യുന്നത് പരാബോള എന്ന കോണിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.